നിർമ്മാതാക്കളുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം ഇന്ന്. സുരേഷ് കുമാർ, ആന്റണി പെരുമ്പാവൂർ വിഷയം ചർച്ചയാകും. സിനിമാ സമരത്തിൽ അന്തിമ തീരുമാനവും ഇന്നുണ്ടായേക്കും. ഫിലിം ചേംബറിന്റെയും അമ്മയുടെയും യോഗവും ഇന്ന് കൊച്ചിയിൽ നടക്കും. നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ച സമരത്തിന് പിന്തുണ നൽകണമോ വേണ്ടയോ എന്നതായിരിക്കും പ്രധാന അജണ്ട. സഹിൻ ആന്റണിയുടെ സഹിൻ, സിനിമാ മേഖലയെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ദിവസമാണ്. കാരണം ഒരുപാട് തലത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നു. നിർമ്മാതാക്കളുടെ എക്സിക്യൂട്ടീവ് യോഗമുണ്ട്, അമ്മയുടെ യോഗം നടക്കുന്നുണ്ട്, ഫിലിം ചേംബറിന്റെ യോഗമുണ്ട്, തുടങ്ങി നിരവധി യോഗങ്ങളുള്ള ദിവസം. നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മഞ്ഞുരുക്കത്തിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ ഘട്ടത്തിൽ മഞ്ഞുരുക്കത്തിനുള്ള ഒരു സാധ്യത പറയാൻ കഴിയുകയില്ല. കാരണം നിർമ്മാതാക്കളുടെ യോഗത്തിൽ അത് പ്രധാനമായും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സമരം തന്നെയാണ്. നിർമ്മാതാക്കളുടെ യോഗത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടാണ് ജി സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ എടുത്തിരിക്കുന്നത്. കാരണം സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല. ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിനോട് കാരണം കാണിക്കാൻ നോട്ടീസ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. കാരണം കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. കാരണം നേരത്തെ തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴി സംഘടനയ്ക്കെതിരെ പോസ്റ്റിട്ടതായാണ്, അല്ലെങ്കിൽ സംഘടനയെ മോശപ്പെടുത്തി ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഇവരുടെ എല്ലാ പരാമർശം ഉണ്ടാകുന്നത്. അതേസമയം ആന്റണി പെരുമ്പാവൂരിനെ പിന്താങ്ങുന്ന ഒരു വിഭാഗവും നിർമ്മാതാക്കളുടെ സംഘടനയിലുണ്ട്. ഇതിനിടയിലാണ് അമ്മ സംഘടനയിൽ യോഗം ആരംഭിച്ചിരിക്കുന്നത്. മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി, മോഹൻലാൽ, ഒപ്പം തന്നെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിർമ്മാതാക്കളുടെ യോഗം നടക്കുന്നതിനോടൊപ്പം തന്നെ, ചേംബർ യോഗം നടക്കുന്നതിനോടൊപ്പം തന്നെ അമ്മയുടെ നിർണായകമായ യോഗവും ഇവിടെ നടക്കുകയാണ്. ഇതിൽ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് അജണ്ടയായിട്ട് എടുക്കുന്നത്. ഒന്ന്, നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമാ സമരമാണ്. ആ വിഷയം ചർച്ചയായി വരും. ഒപ്പം തന്നെ താരങ്ങളുടെ വേതനം ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ്. താരങ്ങളുടെ വേതനം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപം നിർമ്മാതാക്കൾ ഉന്നയിച്ചിരുന്നു. താരങ്ങളുടെ പ്രതിഫലമാണ് ഈ സിനിമകളുടെ ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമായി മാറുന്നത്. മാത്രമല്ല, വലിയ രീതിയിൽ താരങ്ങൾ പണം വാങ്ങുന്നു. ആ പണം സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം. എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും. ഒപ്പം തന്നെ മറ്റൊന്ന്, നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമാ സമരമാണ്. ആ സിനിമാ സമരവും ഇന്നത്തെ ചർച്ചയുടെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖ്, മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഈ സിനിമാ സമരത്തിനെതിരെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി മോഹൻലാൽ അന്ന് ആന്റണി പെരുമ്പാവൂരിനടക്കം പിന്തുണ നൽകിയിരുന്നു. പൃഥ്വിരാജിന്റെ പിന്തുണ ഉണ്ടായിരുന്നു, ടൊവിനോ തോമസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അങ്ങനെ ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് അമ്മ സംഘടനയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സിനിമാ സമരത്തോട് ഏതുതരം സമീപനമായിരിക്കും ഈ താരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നിലവിലെ അവസ്ഥയിൽ സിനിമാ സമരത്തോട് വിയോജിപ്പ് പൂർണ്ണമായിട്ടുമുള്ള താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സംവിധായകരുടെ സംഘടനയുടെ യോഗമുണ്ടായിരുന്നു. അവിടെയും നിർമ്മാതാക്കളുടെ സമരത്തിനെതിരെ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ ഇത് അടിയന്തര യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ ഈ യോഗത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സർക്കുലർ പുറത്തിറങ്ങിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടി വരികയില്ല. കാരണം നിർമ്മാതാക്കളുടെ സിനിമാ സമരത്തോട് പൂർണ്ണമായും വിയോജിക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും ആ യോഗത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും പ്രതിഫലം അത് ഏത് രീതിയിലായിരിക്കും, താരപ്രതിഫലം കുറക്കും തീരുമാനിക്കുമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രതിഫലവുമായി മുന്നോട്ട് പോകാമെന്നുള്ളതായിരിക്കുമോ? ഈ താരങ്ങളുടെ വേതനം തന്നെയായിരുന്നു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായി മാറിയിരുന്നത്. നിർമ്മാതാക്കൾ ആക്ഷേപമായി ഉന്നയിച്ചിരുന്നതും താരങ്ങളുടെ വേതനമായിരുന്നു. അത്രയധികം പ്രതിഫലം നൽകുന്നതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നു, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആക്ഷേപം തന്നെയായിരുന്നു നിർമ്മാതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇന്ന് ഈ താരസംഘടനയിലും ചർച്ചയാകുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാതാക്കൾ എന്ത് സമീപനമാണ് ഇത് സംബന്ധിച്ച് സ്വീകരിക്കുക? കാരണം നിർമ്മാതാക്കളുടെ സംഘടന രണ്ടായി പിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി കൂടിയാണിത്. ജി സുരേഷ് കുമാറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിക്കുന്ന വിഭാഗം, അങ്ങനെ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് അമ്മ സംഘടനയും യോഗം ചേരുന്നത്. മറ്റ് ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകളുടെ യോഗമുണ്ട്. ഉച്ചയോടുകൂടി നിർമ്മാതാക്കളുടെ സംഘടനയും യോഗം ചേരുന്നുണ്ട്. പ്രതിസന്ധി സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ നിരവധി യോഗങ്ങളും, നിർണായകമായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം, നിർമ്മാതാക്കളുടെ യോഗം, ഫിലിം ചേംബറിന്റെ യോഗം ഒക്കെ നടക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.